നമ്മൾ റോമാലേഖനം 9-ാം അധ്യായം ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനം 9-ാം അധ്യായം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം. റോമാലേഖനം 9-ാം അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് പൗലോസിന്റെ ഹൃദയത്തിന്റെ വലിയൊരു വേദന അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, എല്ലാവരും ഇസ്രായേൽ ദൈവത്തിന്റെ ഹിതത്തിൽ ഇസ്രായേൽ എത്തണം, അഥവാ അവരെല്ലാം രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിന് അവകാശികളായി തീരണം എന്നുള്ള അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിന്റെ വാഞ്ച താൻ അവിടെ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ 10-ാം അധ്യായത്തിലും ആദ്യ ഭാഗത്ത് അത് തന്നെയാണ് പിന്നെയും ആവർത്തിക്കുന്നത്. അപ്പോ 9-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. അതില് 5-ാമത്തെ വാക്യം മുതലാണ് ഇന്ന് ചിന്തിക്കേണ്ടത്. 4-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു. നമ്മുടെ ഒരു കഴിഞ്ഞ ദിവസത്തെ പഠിത്തത്തിന്റെ ഒരു റിവിഷൻ എന്ന പോലെ നമുക്ക് ഒരിക്കൽ കൂടെ 4-ാം വാക്യം ഞാൻ വായിക്കുന്നു. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. 5-ാം വാക്യമാണ് വായിക്കുന്നത്. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അപ്പൊ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ താൻ പറയുകയാണ്, ഈ ക്രിസ്തു, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ആ ജഡപ്രകാരം അവരിൽ നിന്ന് ഉത്ഭവിച്ച ക്രിസ്തു ദൈവമാണ്, സകലത്തിനും മീതെ ദൈവമാണെന്നാണ് ഇവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജഡപ്രകാരം ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചുവെങ്കിലും ആ ഉത്ഭവിച്ച ജഡപ്രകാരം ക്രിസ്തു ജഡപ്രകാരം ഇസ്രായേലിൽ നിന്ന് വന്നുവെങ്കിലും ആ ജഡപ്രകാരം വന്ന ക്രിസ്തു ദൈവമാണ്, സകലത്തിനും മീതെ ദൈവമാണ്. ഇവിടെ 4-ാം വാക്യത്തിൽ പറഞ്ഞത് കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പുത്രത്വം, തേജസ്, ന്യായപ്രമാണം, ആരാധന, ഇതെല്ലാം അക്ഷരീയ ഇസ്രായേലിനുള്ളതായിരുന്നു. ഇതെല്ലാം ഇസ്രായേലിന് ദൈവത്താൽ ലഭിച്ചുവെങ്കിലും ഒരു ജാതി എന്നുള്ള നിലയ്ക്ക് ദൈവത്തിന്റെ ആ ആലോചനയ്ക്ക് ഇവർ കീഴ്പ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ജാതി എന്നുള്ള നിലയ്ക്ക് ഇസ്രായേലിന് ദൈവത്തിന്റെ ഹിതത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ പദ്ധതി ഈ ഇസ്രായേൽ ഒരു ജാതി എന്നുള്ള നിലയ്ക്ക് ഇസ്രായേലിന്റെ മേൽ അത് ദൈവത്തിന് നിവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഇനി 6-ാമത്തെ വാക്യം വായിക്കുന്നത്, ദൈവവചനം വൃഥാമായി പോയി എന്നല്ല. അപ്പോ ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അപ്പോസ്തലൻ പറയാം, ദൈവത്തിന്റെ വചനം വൃഥാമായി പോയിട്ടില്ല. അവർക്ക് തേജസ് ഉണ്ടായിരുന്നു, തേജസ്സും പുത്രത്വവും ഇതെല്ലാം ദൈവിക വാഗ്ദത്തങ്ങളായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആ വാഗ്ദത്തങ്ങളൊന്നും ഇവരിൽ ഒരു ജാതി എന്നുള്ള നിലയ്ക്ക് ഇവരിൽ നിവർത്തിക്കാതിരിക്കാൻ ഇടവന്നത് കൊണ്ട് ദൈവത്തിന്റെ വചനങ്ങൾ വൃഥാമായി പോയി എന്നാണോ? ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല എന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. തീർച്ചയായും ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അത് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ പുറപ്പെട്ടത് അത് അതിന്റെ പ്രവൃത്തി നിവർത്തിച്ചതിന് ശേഷമേ മടങ്ങിപ്പോകത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവം എന്താണോ അരുളി ചെയ്തത് അതിന് ഒരു കാരണവശാലും ഒരു വീഴ്ച വരുത്താൻ പിശാചിനോ അല്ലെങ്കിൽ പിശാചിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർക്കോ ഒരിക്കലും കഴിയത്തില്ല. ദൈവം അരുളി ചെയ്തത് അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പൊ ആ കാര്യമാണ് താഴോട്ട് താൻ പറഞ്ഞു വരുന്നത്. അപ്പോ ദൈവവചനം വൃഥാമായി പോയി എന്നല്ല, ദൈവവചനം ഒരിക്കലും വൃഥാമായി പോയിട്ടില്ല, പോകത്തുമില്ല. അപ്പൊ ഈ പുത്രത്വവും തേജസ്സും ആരാധനയും എല്ലാം ദൈവം അവർക്ക് കൊടുത്തായിരുന്നു. അപ്പൊ അവർക്ക് കൊടുത്തത് അവരുടെ ജീവിതത്തിൽ അവർക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ഒരു വ്യക്തിപരമായിട്ട് വ്യക്തികൾ അത് പാലിച്ചു, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഒരു സമൂഹമായിട്ട് അവരുടെ ജീവിതത്തിൽ ആ ഇസ്രായേൽ ജനതയെ മൊത്തമായിട്ട് ഈ കാര്യത്തിൽ അവർക്ക് വന്നെത്താൻ കഴിഞ്ഞില്ല. എന്നതുകൊണ്ട് ദൈവത്തിന്റെ വചനം
ഒരിക്കലും വൃഥാമായി പോയിട്ടില്ല. വൃഥാമായി പോയിട്ടില്ല. ഇനി അടുത്ത വാക്യം വായിക്കുന്നു. എന്നല്ല, ഇസ്രായേലിൽ ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലരെന്നും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. അപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ചാണ് ദൈവം ഇതെല്ലാം കൊടുത്തതെന്നാണ് നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. 4-ാമത്തെ വാക്യം മുതൽ പുത്രത്വവും തേജസ്സും ആരാധനയും പ്രമാണങ്ങളും ഇതെല്ലാം കൊടുത്തത് ഇസ്രായേലിനാണ്. എന്നാൽ ആ ഇസ്രായേലിന് കൊടുത്ത ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും വൃഥാവായി പോയിട്ടില്ല. അതിന്റെ കാരണം താഴോട്ട് പറഞ്ഞു വരുന്നത് ഈ വാക്യത്തിൽ വായിക്കുന്നു, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലരെന്നും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. അപ്പൊ ഇസ്രായേലിന് ഇത് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ് താൻ പറഞ്ഞു വരുന്നത്. അക്ഷരീയ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനസമൂഹത്തിന് എല്ലാവർക്കും ഇത് ലഭിച്ചില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം വൃഥാമായി പോയിട്ടുമില്ല. അത് തീർച്ചയായും നിറവേറ്റപ്പെടും. എന്നാൽ അത് ആർക്ക് നിറവേറ്റപ്പെടുന്നു എന്നുള്ളതാണ് താൻ താഴോട്ട് പറയുന്നത്. എല്ലാവരും മക്കൾ എന്നും വരികയില്ല. അടുത്ത വാചകം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അപ്പൊ ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവരാണ് നിന്റെ സന്തതി എന്ന് ആണ് ദൈവത്തിന്റെ വാഗ്ദത്തം. അപ്പോ എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ എത്ര സന്തതി എന്നെണ്ണുന്നു. അപ്പോ ഈ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ മക്കളായി. ഇസ്രായേൽ അബ്രഹാമിന്റെ മക്കളാണ്. എന്നാൽ ആ ഇസ്രായേലിൽ ജനിച്ചവരല്ല, ഇസ്രായേലരല്ല, ദൈവത്തിന്റെ മക്കളിൽ നിന്ന് വളരെ പെട്ടെന്ന് അവിടെ കാര്യങ്ങൾ തിരിയുവാണ്. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ. ഇപ്പൊ ദൈവത്തിന്റെ മക്കൾ, ജഡപ്രകാരം ജനിച്ച മക്കൾ ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ എത്രയും സന്തതി എന്നെണ്ണുന്നു. 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അപ്പോ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോൾ ഈ കാലത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകുമെന്നല്ലോ വാഗ്ദത്തം. അപ്പൊ അബ്രഹാമിനെ ശരിക്കും പറഞ്ഞാൽ 87 വയസ്സ് പ്രായമായപ്പോ ഒരു മോൻ ജനിച്ചായിരുന്നു. അത് ജഡപ്രകാരം ജനിച്ച ഇസ്മായിലാണ്. അത് മാത്രമല്ല, സാറായുടെ മരണശേഷവും അബ്രഹാമിന് മക്കളുണ്ടായി. കെതൂറ എന്നുള്ള ഒരു ദാസിയിൽ 6 മക്കളും വേറെ സ്ത്രീകളിലും മക്കളുണ്ടായിട്ട് നമ്മൾ ദൈവവചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പോ ഇവരൊന്നും ഈ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളല്ല, ജഡപ്രകാരം ജനിച്ച മക്കളാണ്. അത് അപ്പോസ്തലൻ പറയുന്നത്, ജഡപ്രകാരം ജനിച്ച മക്കളെ അല്ല സന്തതിയിൽ നിന്നുന്നത് വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെയാണ്. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിന്റെ മേൽ വീണിരിക്കുന്നത് ഈ കാലത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്ക് ഒരു മകൻ ജനിക്കും എന്നാണ്. അല്ലാതെ കെതൂറായിക്ക് മക്കളുണ്ടാവുന്നോ അല്ലെങ്കിൽ ഇസ്മായിലിന്റെ അമ്മയായ ഹാഗാറിന്റെ മക്കളുണ്ടാവുന്നു എന്നൊന്നുമല്ല. അതൊന്നും വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളല്ല, അതൊക്കെ ജഡപ്രകാരം ജനിച്ചവരാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം ഇതാണ്, ഈ കാലത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്ക് ഒരു മകൻ ജനിക്കും എന്നല്ലോ വാഗ്ദത്തം. അപ്പോ അത്രയുമല്ല, 10-ാമത്തെ വാക്യം, അത്രയുമല്ല റിബേക്കായും നമ്മുടെ പിതാവായ ഇസാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ച് കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഉള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. ഇപ്പോ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വരുന്നൊരു കാര്യം, പ്രവൃത്തികൾ നിമിത്തമല്ല ദൈവത്തിന്റെ അംഗീകാരം ലഭിക്കുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് ഇവിടെ പറയുന്നത്. കുട്ടികൾ ജനിക്കും മുമ്പേ ദോഷമാകട്ടെ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയും ചെയ്തതിന് മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരം
ഉള്ള ദൈവ നിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. ഇപ്പോ പ്രവൃത്തികൾ നിമിത്തമല്ല, ദൈവത്തിന്റെ ഇഷ്ടം നിമിത്തമാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇനി അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുന്നു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്തത്, ആകയാൽ നാം എന്ത് പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. ഇപ്പൊ ദൈവത്തിന്റെ പക്കൽ ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമുണ്ട് അല്ലെങ്കിൽ നീതികേടുണ്ട് എന്നുള്ള ഒരു ധ്വനി വരത്തക്ക രീതിയിലാണ് പ്രത്യക്ഷത്തിൽ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിനെ ഗണ്ണിച്ചുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാനുമല്ല ഓടുന്നവനാനുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്തിനെ സകലം സാധിക്കുന്നതിന്. ഇതിനായിട്ട് തന്നെ ഞാൻ 17-ാമത്തെ വാക്യം, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനെ, അടുത്ത വാക്യം, അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനാക്കുന്നു. അപ്പോ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ദൈവത്തിന് എന്തോ ഒരു മുഖപക്ഷമുണ്ട്, അല്ലെങ്കിൽ നീതികേടുണ്ട്, ഒരു പാർഷ്യാലിറ്റി, ഒരു പക്ഷാഭേദമുണ്ട് എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ അടുത്ത വാക്യോടെ വായിച്ചിട്ട് നമ്മളത് വിശദീകരിക്കുമ്പോൾ നമുക്ക് അത് മാറിക്കിട്ടും. ആ 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആർ അവന്റെ ഇഷ്ടത്തോടെ എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അപ്പോ തനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്നു, തനിക്ക് കഠിനാക്കണം എന്ന് തോന്നുന്നവനെ കഠിനാക്കുന്നു എന്നൊക്കെ പറയുമ്പം ഒരുത്തൻ പറയുക, ദൈവം എന്നെ കഠിനാക്കി, പിന്നെ ഞാൻ എന്നാ ചെയ്യാനാന്ന് ചോദിച്ചാൽ ആ ചോദ്യം ന്യായമാണെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും. അല്ലെങ്കിൽ ദൈവത്തിന് എന്നോട് കരുണ തോന്നി, ഒരുത്തൻ പറയും എനിക്ക് എന്നോട് കരുണ തോന്നി, വേറൊരുത്തൻ പറയും എന്നോട് കരുണ തോന്നിയില്ല. അപ്പൊ പിന്നെ കരുണ തോന്നാതിരുന്നവന് കരുണ ലഭിക്കാതിരുന്നത് ദൈവത്തിന്റെ മുഖപക്ഷം കൊണ്ടാണോ എന്നുള്ള ചിന്ത നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോ ആർ അവന്റെ ഇഷ്ടത്തോടെ എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. ആ ചോദ്യമോടെ അപ്പം ദൈവം ഈ മോളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദൈവം ചെയ്യുമ്പോൾ പിന്നെ ദൈവത്തിന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ, നമ്മളാരാ, നമുക്ക് അതിന് പ്രാപ്തി ഇല്ലല്ലോ എന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യൻ വഴുതിപ്പോകാനുള്ള സാധ്യതയുണ്ട്. താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അവമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരം ഇല്ലയോ? എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? ഇപ്പൊ ദൈവത്തിന് ഒരുത്തനോട് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുന്നു. ദൈവത്തിന് ഒരുവനോട് കരുണ തോന്നിയത് കൊണ്ട് മറ്റൊരുത്തന് അവന് കരുണ ഇരുന്നത് കൊണ്ട് ദൈവത്തിന്റെ മുഖപക്ഷമാണോ ആണെന്നോ ദൈവത്തിന്റെ അനീതിയാണെന്നോ പറയാൻ
നിവൃത്തിയില്ല. ഇങ്ങനെ ഒരു ഉദാഹരണം സങ്കല്പിക്കുക. ഞാനിപ്പോ കാർ ഓടിച്ചുകൊണ്ട് റോഡിൽ കൂടെ പോവാ, അല്ലെ നിങ്ങളിൽ ആരെങ്കിലും ഒരു കാർ ഓടിച്ചുകൊണ്ട് റോഡിൽ കൂടെ പോകുന്നു. റോഡിൽ കൂടെ പോകുമ്പം അനേക യാത്രക്കാർ ബസ് കാത്തു നിൽപ്പുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു യാത്രക്കാരനെ കണ്ടപ്പോ നിങ്ങൾ ആ യാത്രക്കാരന്റെ അടുത്ത് കൊണ്ട് കാറ് ചവിട്ടി നിർത്തിയിട്ട് വണ്ടി കയറിക്കോ, ഞാൻ നിങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്യാം, അവിടെ ഇറക്കാം എന്ന് പറയുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ യാത്ര തുടങ്ങിയപ്പോ യാത്രക്കാർ അവിടെ നിൽപ്പുണ്ട്, അവരാരും നമ്മൾ കയറ്റിയില്ല. ആ യാത്രക്കാരന് ഇപ്പോ ഞാൻ കയറ്റിയ ഈ യാത്രക്കാരനോട് ഈർഷ്യ തോന്നേണ്ട കാര്യമൊന്നുമില്ല. എന്ന് മാത്രമല്ല, എന്നോടും ഈ കയറ്റാതിരുന്ന യാത്രക്കാരന് യാതൊരു മുഷ്പും തോന്നാൻ അവകാശമില്ല. കാരണം അതെന്റെ സ്വന്തം താല്പര്യപ്രകാരം ഞാൻ ചെയ്തു. ഇത് ആർക്കും അവകാശപ്പെട്ടതല്ല. എന്നാൽ എൻ്റെ കരുണ കൊണ്ട് ഞാനിത് ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോ യേശുക്രിസ്തു തന്നെ തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇതേ ഒരു കാര്യം പ്രസ്താവിക്കുകയുണ്ടായി. ഒരു ഉപമയിൽ കൂടെ പറഞ്ഞു. ആ ഉപമ ഇങ്ങനെ, നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ ധരിക്കുന്നു. ആ ഉപമ ഇങ്ങനെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ വേണ്ടി കുറെ ജോലിക്കാരെ വിളിച്ചു. ഇപ്പൊ രാവിലെ തന്നെ കുറെ പേര് ചെന്നു. അവരുമായിട്ട് കൂലി പറഞ്ഞൊത്തു. 1 വെള്ളിക്കാശായിരുന്നു. എന്നാല് പണി കയറാതെ 11-ാം മണിക്കൂറിലും കുറെ ജോലിക്കാരെ ഈ ഉടമസ്ഥന് വേണ്ടി വിളിച്ചു. വൈകുന്നേരം എല്ലാവർക്കും കൂലി കൊടുത്തപ്പം രാവിലെ ചെന്നവനും വൈകിട്ട് ചെന്നവനും എല്ലാവർക്കും ഓരോ വെള്ളിക്കാശ് കൊടുത്തു. അപ്പോ രാവിലെ മുതൽ വയ്യോളം ജോലി ചെയ്തവന് ഒരു കണ്ണുകടി. ആ കണ്ണുകടി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കാരണം 1 മണിക്കൂർ മാത്രം ജോലി ചെയ്തവനും രാവിലെ മുതൽ ജോലി ചെയ്ത എനിക്കും ഒരേ കൂലിയോ? അത് ശരിയാണോ? ഇതായിരുന്നു രാവിലെ ജോലി ചെയ്തവന്റെ ചോദ്യം. അതേ ചോദ്യമാണ് ഞാനിപ്പോ പറഞ്ഞ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചോദ്യം. കാരണം എന്നാൽ അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് രാവിലെ വന്ന ജോലിക്കാരനോട് യാതൊരു നീതികേടും ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ കാണിച്ചില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, സഹോദര സ്നേഹിത, ഞാൻ നിന്നോടൊരു കൂലി പറഞ്ഞൊത്തായിരുന്നല്ലോ. രാവിലെ വന്നപ്പോ നിനക്ക് വയ്യോളം ജോലി ചെയ്യുവാണെങ്കിൽ നിനക്ക് 1 വെള്ളിക്കാശ് തരാമെന്ന് പറഞ്ഞായിരുന്നു. ആ വെള്ളിക്കാശ് നിനക്ക് തന്നല്ലോ. അപ്പൊ പിന്നെ എന്തിന് നിനക്ക് കണ്ണുകടിക്കുന്നത്? മറ്റവന് 1 വെള്ളിക്കാശ് കൊടുക്കുവോ കൊടുക്കാതിരിക്കുവോ എന്നുള്ളത് നിന്റെ കാര്യമല്ല, അത് എൻ്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞൊത്തവന് 1 വെള്ളിക്കാശ് പറഞ്ഞൊത്തു. എന്നാൽ അതിനേക്കാൾ കുറച്ചാണ് കൊടുത്തതെങ്കിൽ തീർച്ചയായും ഇവന് പരാതിപ്പെടാം. ഇപ്പൊ അങ്ങനെ പരാതിപ്പെടാൻ യാതൊരു നിവൃത്തിയില്ല. ഞാൻ കാറെ കയറ്റി കൊണ്ടുപോയ യാത്രക്കാരനോട് കാറെ കയറ്റാൻ എനിക്ക് മനസ്സില്ലാതെ കയറ്റാതിരുന്ന യാത്രക്കാരന്, അല്ലെങ്കിൽ ആ റോഡിൽ നിന്നവന് എന്നോടോ ഈ കയറിയവനോടോ യാതൊരു അസ്വസ്ഥതയും തോന്നേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെന്റും ഇല്ല. അങ്ങനെ ഇവനെ കാണുന്നിടത്ത് കയറ്റിക്കൊണ്ടുപോകണം ഒരു എഗ്രിമെന്റും ഇല്ല. പക്ഷെ എനിക്ക് ഒരു വ്യക്തിയെ കണ്ടപ്പോ എനിക്ക് അവനോട് കരുണ തോന്നി, അവനെ കയറ്റിക്കൊണ്ടുപോയി. അത് വേറെ ആർക്കും അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ദൈവം ഇത് തന്നെ ചെയ്യുന്നുള്ളൂ. തനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുന്നു. എന്തിനാ നിനക്ക് അവനോട് കരുണ തോന്നുന്നതെന്ന് ചോദിക്കാൻ ആർക്കും അവകാശമില്ല. നീ എന്തിനാ അവനെ നിന്റെ കാറെ കയറ്റിക്കൊണ്ട് പോയെന്ന് ചോദിക്കാൻ വേറൊരു യാത്രക്കാരന്റെ എൻ്റെ മേൽ ഒരു അവകാശമില്ല. അത് എൻ്റെ സൗകര്യത്തിൽപ്പെട്ട കാര്യമാണ്. അതാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം, മുമ്പേ നമ്മൾ വായിച്ച കാര്യങ്ങളെല്ലാം അതിന്റെ ചുരുക്കം അതാണ്. ദൈവത്തിന് കരുണ തോന്നുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഫറവോന്റെ കാര്യത്തില് ദൈവം അവന്റെ ഹൃദയത്തെ കഠിനമാക്കി എന്ന് നമ്മൾ പുറപ്പാട് വായിക്കുന്നു. അപ്പോ ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയും
ആ കഠിനപ്പെടുത്തിയ കാര്യത്തിന് തന്നെ ഫറവോനെ ശിക്ഷിക്കുകയും ചെയ്താൽ ദൈവം നീതിമാനല്ല എന്നുള്ളത് സ്പഷ്ടമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? സംഭവിച്ചത് ഫറവോന്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കി എന്ന് പറയുമ്പം ദൈവം ഫറവോന്റെ ഹൃദയത്തെ മനഃപൂർവ്വമായി കഠിനമാക്കി എന്നല്ല. എന്താണ് അത് എന്ന് അറിയണമെങ്കിൽ നമുക്ക് സങ്കീർത്തന പുസ്തകം 81-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല. അതിന് മുകൾ ഭാഗത്ത് അങ്ങനെ എഴുതി, ഇസ്രായേലിനെ കൂട്ടാക്കിയില്ല, അവർക്ക് ഇഷ്ടം പോലെ ജീവിച്ചു, അവരുടെ ബോധിച്ച വഴിയിൽ അവിടെ നടന്നു. അതുകൊണ്ട് അവരുടെ വഴികളിൽ അവരെ നടക്കേണ്ടതിന് വേണ്ടി ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോ ഒരുത്തന്റെ ഹൃദയം കഠിനപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ ദൈവം അവനെ അനുവദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം, അതിന്റെ സത്യം. എനിക്ക് ബോധിച്ച പോലെ ജീവിക്കാൻ ദൈവം എന്നെ കൈവിടുന്നതാണ് എൻ്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിന്റെ താല്പര്യപ്രകാരം ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവവചനത്തിന്റെ സത്യം നമ്മൾ വിളിച്ചു പറയുന്ന ഇതാണ്: ദൈവം നമ്മളെ കൈവിട്ട് കളഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഒരു തെളിവ് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഹൃദയത്തിന്റെ താല്പര്യപ്രകാരം എല്ലാം നടക്കാൻ ദൈവം എന്നെ വിടുന്നു, എന്നെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നാണ് ഇന്ന് ഈ പാപകുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അങ്ങനല്ല. ദൈവം എൻ്റെ ഹൃദയത്തിന്റെ താല്പര്യപ്രകാരം ജീവിക്കാൻ എന്നെ വിട്ടുകളയുന്നു എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ ഓൾമോസ്റ്റ് കൈവിട്ട് കളഞ്ഞു തന്നെ അതിൻ്റെ അർത്ഥം. എന്നാൽ ദൈവം എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ അടയാളം എൻ്റെ ഇഷ്ടപ്രകാരം എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ അവിടെ എല്ലാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ റെഡ് ലൈറ്റുകൾ, ചുവന്ന ലൈറ്റുകൾ തെളിയുന്നതിന്റെ കാരണം ദൈവത്തിന്റെ സ്നേഹം ഇപ്പോഴും എന്നെ വിട്ടുമാറിയിട്ടില്ല. ദൈവത്തിന്റെ വഴിയിലേക്ക് ഞാൻ മാറി നടക്കേണ്ടതിന് വേണ്ടി എൻ്റെ വഴികളെ ദൈവം ഇപ്പോഴും പല വഴികളും ദൈവം അടച്ചു കളയുന്നു. ഈ ഒരു സത്യം നമ്മൾ ഗ്രഹിക്കാൻ താമസിക്കും തോറും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലാൻ നാം താമസിക്കാൻ ഇടയുണ്ട്. അപ്പൊ ഇവിടെ ഫറവോന്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കി എന്നും, അല്ലെങ്കിൽ ദൈവത്തിന് എനിക്ക് കരുണ തോന്നണമെന്നുള്ളവർ കരുണ തോന്നും എന്നൊക്കെ പറയുമ്പോൾ ദൈവം ഒരു ഏകാധിപതി, ഒരു രാഷ്ട്രീയക്കാരനായ ഏകാധിപതിയെ പോലെ എനിക്ക് അങ്ങനെ കരുണ തോന്നി അതിന് നിനക്കനാ ഛേദം എന്നുള്ള രീതിയിലല്ല. അപ്പോ ദൈവത്തിന് ഒരുതിനോട് കരുണ തോന്നിയാൽ ഈ കരുണ തോന്നാതിരുന്നവനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ആ ക്രൂശിൽ കിടന്ന കള്ളൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ പറഞ്ഞത് പല കാര്യങ്ങളും പറഞ്ഞാൽ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞത്: നമ്മൾ ഈ ക്രൂശിൽ കിടക്കുന്നത് നമുക്ക് അർഹതപ്പെട്ടതാ നമുക്ക് കിട്ടിയത്. ഈ ക്രൂശിൽ കിടക്കാനുള്ള യോഗ്യത നമുക്കുണ്ട്, അല്ലെങ്കിൽ ക്രൂശിൽ മരിക്കാനുള്ള യോഗ്യത മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ പരാതി പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ സകല മനുഷ്യർക്കും മരണവിധിയാണ് എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലുള്ളത്. കാരണം പാപം ചെയ്യുന്ന ദേഹി മരിക്കും, അതിനൊരു വ്യത്യാസമില്ല. ദൈവത്തിന്റെ ദൈവ നിയമത്തിന് ദൈവം ഒരിക്കലും മാറ്റം വരുത്തിയിട്ടില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പൊ ആ മരണവിധിയാണ് എനിക്കും നമുക്കെല്ലാവരുടെ മേലും, മനുഷ്യനായി ആദാമിന്റെ വംശത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരുടെ മേലും ദൈവത്തിന്റെ വിധി, ന്യായമായ ദൈവവിധി മരണമാണ്. അപ്പം ആ മരണം എൻ്റെ മേലുണ്ടെങ്കിൽ, ആ മരണവിധി പേറിയാണ് എൻ്റെ ജീവിതമെങ്കിൽ ഞാൻ അത് അർഹതപ്പെട്ടത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അർഹതപ്പെട്ടവനായത് കൊണ്ട് തന്നെ എനിക്ക് അതിനെതിരായിട്ട് ഒരു മുറുമുറുപ്പ് ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ വിധി ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിന് മാത്രമേ എനിക്ക് യോഗ്യതയുള്ളൂ. എന്നാൽ അങ്ങനെയുള്ള യോഗ്യത മാത്രം ഉണ്ടായിരുന്നവരോ ചിലരെ ദൈവത്തിന്റെ കരുണയാൽ ദൈവം രക്ഷിച്ചു. അതും ദൈവത്തിന്റെ മുഖപക്ഷമല്ല. ഒരു തെളിവ് പറഞ്ഞാല്, കൊർന്നല്യോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ജാതീയനാണ്. ഒരിക്കൽ പോലും യെരുശലേം ദേവാലയത്തിൽ അവൻ പ്രവേശിച്ചിട്ടില്ല.
കാരണം യെരുശലേം ദേവാലയത്തിൽ പ്രവേശിക്കണമെങ്കിൽ അവന് പരിച്ഛേദനയേറ്റവനായിരിക്കണം, അങ്ങനെ പല വീണ്ടെടുപ്പിന്റെ വില കൊടുത്തവനായിരുന്നു. ഇവൻ ജാതീയനായിരുന്നു, അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവൻ ഒരു കാര്യം ചെയ്തായിരുന്നു. അവന്റെ സകല കുടുംബത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. അതെങ്ങനെ സംഭവിച്ച്? അവൻ ഇസ്രായേലിനല്ല. അവൻ ഒരിക്കൽ പോലും യെരുശലേം ദേവാലയത്തിൽ പോയിട്ടില്ല. ശബത്ത് തോറും വായിക്കുന്ന ന്യായപ്രമാണം അവൻ കേട്ടിട്ടില്ല. പ്രവാചക പുസ്തകം വായിക്കുന്ന അവൻ ശ്രദ്ധിച്ചിട്ടില്ല, അവൻ കേട്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ഒരുത്തനെ കുറിച്ച് പറയുന്നു, ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ തന്റെ സർവ്വ കുടുംബത്തോടും കൂടി ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. അപ്പോ ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളത് ഈ മരണവിധിയിൽ ഉൾപ്പെട്ടവനും സാധിക്കാവുന്ന കാര്യമാണ്. ദൈവത്തെ ഭയപ്പെടുക. അപ്പോ ദൈവത്തെ ഭയപ്പെടുവാൻ ദൈവം ഉണ്ടെന്ന് പോലും ഒരുത്തും കേട്ടിട്ടില്ല. പിന്നെ അങ്ങനെ ദൈവത്തെ ഭയപ്പെടുന്നതെന്ന് ന്യായമായ ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത്, ദൈവം മനുഷ്യരുടെ നിവാസങ്ങൾക്ക് കാലങ്ങളും അതിരുകളും നിശ്ചയിച്ചു. അത് ദൈവം എന്തിനാണ് നിശ്ചയിച്ചെന്ന് അടുത്ത വാചകത്തിൽ എഴുതിയിരിക്കുന്നു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്നറിയേണ്ടതിന് വേണ്ടിയാണ്. അപ്പോ ദൈവത്തെ തപ്പി നോക്കി ദൈവത്തെ അന്വേഷിച്ച് അറിയാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. കൊർന്നല്യോസിന്റെ ജീവിതത്തിലും വെച്ചിട്ടുണ്ടായിരുന്നു. കൊർന്നല്യോസിന്റെ അയലോകത്ത് ജീവിച്ചവന്റെ ഹൃദയത്തിലും വെച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്, ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ചിലർ മാത്രമേ അതിനോട് വേണ്ട വിധത്തിൽ പ്രതികരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അങ്ങനെ വേണ്ട വിധത്തിൽ പ്രതികരിച്ച ഒരുവൻ ആരാണ്, പ്രതികരിക്കുന്നവൻ ആരാണ് എന്ന് സർവജ്ഞാനിയായ ദൈവം ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപേ തന്നെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത് എന്നാണ് ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. ആ ദൈവത്തിന്റെ മുഖപക്ഷമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കാണുന്നു, എന്ന് ഫറവോനോട് അരുളി ചെയ്യുന്നു, അങ്ങനെ തനിക്ക് മനസ്സുള്ളവനെ അവൻ കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനാക്കുന്നു. അപ്പൊ 18ാമത്തെ വാക്യം, 9ാം അധ്യായത്തിന്റെ 18ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അവൻ കഠിനാക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കണ്ടു. അവരവരുടെ വഴിക്ക് അവരവരുടെ ഹൃദയത്തിന് താല്പര്യപ്രകാരം ജീവിക്കാൻ വേണ്ടി ദൈവം ഒരുവനെ വിട്ടുകളയുന്നതാണ് ദൈവം കഠിനാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്ന് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ദൈവത്തിന്റെ ദയ, ഒരു മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ദയ എന്ന് പറയുന്നത്, ഇന്നത്തെ പ്രസംഗം അല്ല, ദൈവത്തിന്റെ യഥാർത്ഥമായ ദൈവത്തിന്റെ സത്യം ദൈവം അതിനെ നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ ദയ എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഒരു സമയത്ത് പോലും അവന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ അനുവദിക്കാതെ ദൈവത്തിന്റെ വഴികളിലേക്ക് അവനെ തിരിക്കേണ്ടതിന് ദൈവം കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ അവന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും, അവൻ പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങളും എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ പലപ്പോഴും അത് അത്ര സുഖകരമായ കാര്യങ്ങളായിരിക്കത്തില്ല. കല്ലും മുള്ളും വെയിലും എല്ലാമുള്ള വഴികളിലേക്ക് ദൈവം ഒരുവനെ തിരിക്കുന്നതിന്റെ ഉദ്ദേശം അവൻ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് അറിയേണ്ടതിന് വേണ്ടിയാണ്. അപ്പൊ ഇതാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. ഒരു ജാതി എന്നുള്ള നിലയ്ക്ക് ഇസ്രായേല് രക്ഷിക്കപ്പെട്ടില്ല. പക്ഷെ എല്ലാവരും ഇസ്രായേലിലല്ല എന്ന് താനിവിടെ അനുവർത്തി പറയുണ്ടായി. അപ്പോ അബ്രഹാമിൽ ജനിച്ചവൻ അല്ല, ഇസ്രായേലിൽ ജനിച്ചവർ എല്ലാവരും ഇസ്രായേലിലല്ല. അബ്രഹാമിന്റെ മക്കളായാൽ സന്തതി ഒന്നും വരുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ മാത്രമേ സന്തതി എന്ന് എണ്ണുന്നുള്ളൂ എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ഇസ്രായേൽ എന്നുള്ള ആ തത്വത്തിൽ നിന്ന് മാറി ദൈവത്തിന്റെ ഹിതപ്രകാരം വിളിക്കപ്പെട്ടവർ ആരാണോ അവർക്കാണ് ഈ പുത്രത്വവും തേജസ്സും വാഗ്ദത്തങ്ങളും ആരാധനയും ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്നാണ് താൻ മുന്നോട്ട് വരുമ്പോൾ താൻ ഇത് സമർത്ഥിച്ചു കൊണ്ടുവരുന്നത്. ശരി, പ്രിയ സഹോദരിമാരെ, നമുക്ക് ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ അയവിറക്കുന്നവരായി തീരണം, ആയിരിക്കണം എന്ന് ഞാൻ ഒരു എളിയ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് അപേക്ഷിക്കുന്നു.